പത്തനംതിട്ട തണ്ണിത്തോട് ഭിന്നശേഷിയുള്ള യുവതിയെ പീഡിപ്പിച്ചു. പീഡനം നടത്തിയത് മദ്യം നൽകിയതിനു ശേഷം 5 പേർ ചേർന്ന്. പത്തനംതിട്ട തണ്ണിത്തോട്ടിലാണ് 26 വയസ്സുള്ള ഭിന്നശേഷിക്കാരിയായ യുവതിയെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയത്. നെല്ലിക്ക നൽകി യുവതിയെ സമീപത്തെ വനത്തിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അയൽവാസിയായ ജോയി ജോസ് പീഡിപ്പിക്കുകയായിരുന്നു. യുവതി കുട്ടിയായിരുന്നപ്പോൾ തന്നെ അച്ഛൻ മരണപ്പെട്ടു. തുടർന്ന് കുട്ടിയെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലാക്കി മാതാവും പോയി. പീഡനം നടന്ന ദിവസം കുട്ടിക്കുണ്ടായ ശാരീരിക അസ്വാസ്ഥ്യം അമ്മുമ്മ ചോദിച്ചറിഞ്ഞപ്പോഴാണ് കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. തുടർന്ന് അമ്മുമ്മ തണ്ണിത്തോട് പോലീസിൽ പരാതി നൽകി. സംഭവം ഈ തോട്ടത്തിലുള്ള ഒരുത്തനെ വന്നു, ഞാൻ ഇപ്പേരേ കിടക്കുക, ഇത് ഇവിടെ കിടക്കുന്ന കണ്ടു. ഞാൻ ഇറങ്ങി ഓർത്ത് നോക്കിയപ്പോൾ കാണുന്നില്ല. ഞാൻ വരച്ച് വിട്ട് നോക്കി വെച്ചാൽ നോക്കിയപ്പോൾ അതിലെ ഇങ്ങോട്ട് വരുന്നു വന്നേ. ഞാൻ ചോദിച്ചു എടപ്പാടി, ജോയി എന്നെ വിളിച്ചു, ഞാൻ പോയെന്ന് പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷമായി സമീപ പ്രദേശത്തെ 5ഓളം യുവാക്കൾ യുവതിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചു വരികയായിരുന്നു. ഒരാൾ മദ്യം നൽകിയാണ് ഈ സാധുവിനെ പീഡിപ്പിച്ചത്. ബ്രാൻഡ് ഈ കലക്കവെള്ളം തേയില വെള്ളം പോലത്തെ അത് നേരത്തെ കാട്ടിക്കൊണ്ടുപോയി ഒരു ദിവസം വിറകിന് പോകാനും, അത് നേരത്തെ ആയിരുന്നു, വിറകിന് പോകാനെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി നെല്ലിക്കായും തന്ന് വിട്ട് അവിടെ വെച്ച് കിടത്തി കാണിച്ചു. എന്നാൽ ഒരാൾക്കെതിരെ മാത്രമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോന്നിയിൽ 3 പെൺകുട്ടിയെ കാണാതാകുകയും പിന്നീട് മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്ത കേസ് അന്വേഷിച്ച കോന്നി CI ആണ് ഈ കേസും അന്വേഷിക്കുന്നത്. കൂടുതൽ പേരെ പ്രതിയാക്കാൻ ആവില്ലെന്ന നിലപാടാണ് പോലീസ് തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഓർമ്മശക്തിയില്ലാത്ത ഭിന്നശേഷിക്കാരിയുടെ മൊഴിയിൽ സ്ഥിരതയില്ലെന്ന വാദമാണ് പ്രതികളെ ഒഴിവാക്കാൻ പോലീസ് നിരത്തുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത ജോയി ജോസിനെ ഈ മാസം 30 വരെ പത്തനംതിട്ട കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.